ഇന്ന് റിച്ചുവിന് പ്രവേശനോത്സവമാണ് കേട്ടോ. എന്തായാലും രാവിലെ എണീപ്പിച്ച് കുളിപ്പിച്ച് മാറ്റുക എന്നുള്ളത് എനിക്കത്ര ടാസ്ക് അല്ല, കാരണം ആൾക്കത് ശീലമാണ് കേട്ടോ. പക്ഷേ അങ്കനവാടിയിലെത്തിക്കുക എന്നുള്ളത് നല്ല ടാസ്ക്കാണ്. എന്തായാലും വേണ്ടില്ല, ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി അമ്പലത്തിലേക്കൊന്ന് പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുടുംബക്ഷേത്രം തന്നെയാണ്. അവിടേക്ക് ഒന്ന് പോയി തൊഴുതിന് ശേഷം തിരിച്ച് വീട്ടിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ച് മാറ്റി ഞങ്ങൾ അങ്കനവാടിക്ക് ഇറങ്ങുകയാണ്. പക്ഷേ ഇതിൻ്റെ ട്വിസ്റ്റ് വേറെ ഒന്നുണ്ട്. അവൻ്റെ മുഖത്തുള്ള ചിരിക്ക് കാരണം അങ്കനവാടി മാറ്റി സ്കൂളാക്കിയതിൻ്റെയാണ് കേട്ടോ. റൂട്ട് അങ്കനവാടിക്കാണെന്ന് മനസ്സിലായ ആളെ കിളി അപ്പം പറന്നതാണ്. പിന്നെ ചോക്ലേറ്റും ബലൂണൊക്കെ കിട്ടിയതിന് ശേഷം കിളി ഒന്നും ഇങ്ങോട്ട് തിരിച്ച് വന്നത് കേട്ടോ. പിന്നെ കൂട്ടുകാരൊക്കെ കണ്ടപ്പോൾ ആൾക്ക് നല്ല ഹാപ്പി ആയിട്ടോ. കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കല്ലേ. പക്ഷേ ഇവൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പണി ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. സംഭവം വേറൊന്നുമല്ല, അവൻ എന്നെ നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. എന്തിനാണ് ഞാൻ അവിടെ നിന്ന് പോവോ എന്നുള്ളതാണ് അവൻ്റെ സംശയം. അവനറിയാം ഞാൻ മുങ്ങുന്നുള്ളത്, പക്ഷേ അവനത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കണത്. അപ്പം എന്തായാലും അവൻ കളിയിൽ മുഴുകിയ സമയം ഞാൻ അവിടെ നിന്ന് എസ്കേപ്പായി. പക്ഷേ ചെരുപ്പിടാൻ നിന്ന സമയത്ത് അവൻ എന്നെ കണ്ടു കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. നമുക്കത് നോക്കിയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നേ. അങ്ങനെ വൈകുന്നേരം 3:15 ഞാൻ തിരിച്ച് അങ്കനവാടിക്ക് പോകാൻ കേട്ടോ. നല്ല മഴക്കാറാണ്. ഒരു കുട എടുത്തിട്ടുണ്ട്. ഞാനും അവനും ഒരു കുടയും കൂടി ഉണ്ടാവും എന്നറിയില്ല. പക്ഷെ അങ്കനവാടി എത്തോളം മഴ പെയ്തിട്ടില്ല. ഞാൻ എത്തിയപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ ഇനി പോവാൻ. അപ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി.